നമസ്കാരം. വിക്രമാദിത്യൻ കഥകളിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കഥ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. വിജയവിക്രമൻ എന്ന രാജാവിന് ഒരു യുവതിയോട് ഇഷ്ടം തോന്നിയെങ്കിലും അവളെ വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. രാജാവിൻ്റെ തന്നെ പടനായകനായ ഇന്ദ്രസിംഹൻ കാഞ്ചനവല്ലി എന്ന ആ യുവതിയെ വിവാഹം കഴിക്കുന്നു. രാജാവിന് അവളിലൊരു മോഹമുണ്ടായിരുന്നു എന്നറിഞ്ഞ ഇന്ദ്രസിംഹൻ അവളെ രാജാവിന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായി. പക്ഷേ നീതിമാനായ രാജാവ് അതൊരിക്കലും സമ്മതിച്ചില്ല. ഇന്ദ്രസിംഹന്റെ എല്ലാ വാദഗതികളെയും എതിർത്ത രാജാവ് ഒരിക്കലും അഗ്നിസാക്ഷിയായി പാണിഗ്രഹണം ചെയ്ത ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ഔചിത്യമല്ല എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു. കാലങ്ങൾ കുറെ കഴിഞ്ഞു. രാജാവിന്റെ ആയുരാരോഗ്യമെല്ലാം ക്ഷയിച്ച് വരുന്നതിന് കണ്ട ഇന്ദ്രസിംഹന് വല്ലാത്ത വിഷമമായി. താമസിയാതെ രാജാവ് മരണപ്പെട്ടു. രാജാവിന്റെ മരണവാർത്ത അറിഞ്ഞ ഇന്ദ്രസിംഹനും വല്ലാത്ത സങ്കടമായി. അദ്ദേഹം രാജാവിന്റെ ചിതയ്ക്കരികിൽ തന്നെ സ്വന്തം ചിത കൂട്ടി അത് കയറി കിടന്ന് ആത്മഹത്യ ചെയ്തു. സ്വന്തം ഭർത്താവിന്റെ ആത്മഹത്യയെക്കുറിച്ച് അറിഞ്ഞ കാഞ്ചനവല്ലി ആ ചിതയിൽ തന്നെ ചാടി സ്വയം ആത്മഹത്യ ചെയ്തു. വീണ്ടും ഒരു സതി അനുഷ്ഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇവരിൽ 3 പേരുടെ പ്രവൃത്തിയിൽ ഏതാണ് ഏറ്റവും ഉത്തമമായ പ്രവൃത്തി എന്നാണ് ചോദിച്ചത്. വേതാളത്തിന്റെ ചോദ്യം. എന്തായിരുന്നു നിങ്ങളുടെ ഉത്തരം? കുറച്ചു പേര് വേതാളത്തിന്റെ ചോദ്യത്തിന് വിക്രമാദിത്യൻ പറഞ്ഞ ഉത്തരം തന്നെ എഴുതി അറിയിച്ചിട്ടുണ്ട്. ചിലര് പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി. 3 പേരിലും ഏറ്റവും ഉചിതമായ പ്രവൃത്തി മഹാരാജാവിൻ്റേത് തന്നെയായിരുന്നു എന്നാണ് വിക്രമാദിത്യന്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രസിംഹൻ ആ രാജാവിൻ്റെ പടത്തലവനാണ്. തീർച്ചയായും രാജാവിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുക, കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഇന്ദ്രസിംഹന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അയാളുടെ പ്രവൃത്തിക്ക് പ്രത്യേകിച്ച് മഹത്വമൊന്നുമില്ല. ഭർത്താവിന്റെ മരണവാർത്ത അറിഞ്ഞ ഭാര്യ, പതിവ്രതയായ ഉത്തമയായ ഭാര്യ, ആ ചിതയിൽ ചാടി തന്നെ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് പണ്ട് കാലത്തെ ആചാരപ്രകാരം സതി അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ്. അവൾ ചെയ്ത പ്രവൃത്തിയും തെറ്റില്ല. തൻ്റെ പ്രേമഭാജനത്തെ സ്വന്തമാക്കാനുള്ള അവസരം കിട്ടിയിട്ടും അത് വേണ്ട എന്ന് തീരുമാനിച്ച് ഉത്തമമായ രാജശാസനങ്ങളെ മുറുകെ പിടിച്ച വിജയവിക്രമ രാജാവിന് തന്നെയാണ് ഏറ്റവും ഉത്തമമായ പ്രവൃത്തി ചെയ്തത് എന്നാണ് വിക്രമാദിത്യന്റെ അഭിപ്രായം. അതാണ് ആ കഥയിലെ വേതാളത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. ഇന്നത്തേത് കുറച്ച് വിചിത്രമായ ഒരു കഥയാണ്. ഒരു രാജ്യത്ത് ധനപതി എന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ് കാന്താമണി. കാന്താമണിയെ മാണിക്യൻ എന്ന മറ്റൊരു ധനികനായ വ്യാപാരിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ കാന്താമണിക്കും മാണിക്യത്തിനും ഉണ്ടായ മകളാണ് മംഗല്യ. മംഗല്യ വളർന്ന് വലുതായി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ മാണിക്യൻ മരണപ്പെട്ടു. അനവധി സ്വത്തിന് ഉടമയായ മാണിക്യത്തിന്റെ സഹോദരന്മാരും ബന്ധുക്കളും എല്ലാം കാന്താമണിയെയും മകൾ മംഗല്യയെയും വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ഒരു ആശ്രയമില്ലാതായ കാന്താമണിയും മകളും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടി പുറപ്പെട്ടു. നടന്ന് വഴിതെറ്റി അവർ ഒരു ശ്മശാന ഭൂവിലെത്തി. ആ ശ്മശാനത്തില് അഗ്നിയുടെ മധ്യത്തിലിരുന്ന് സ്വന്തം ദേഹം പൊള്ളിക്കുന്ന ഒരു വ്യക്തിനെ അവർ കാണാനിടയായി. സ്വന്തം ദേഹം തീ വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ കാന്താമണിക്ക് അത്ഭുതമായി. കാന്താമണി അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അങ്ങ് ആരാണ്? എന്തിനാണ് സ്വന്തം ദേഹത്ത് തന്നെ പൊള്ളിക്കുന്നതിന് ശ്രമിക്കുന്നത്? അങ്ങനെ പൊള്ളിക്കഴിഞ്ഞാൽ ദേഹം പൊള്ളി ചത്തുപോലേ, മരിച്ചുപോലേ? അപ്പൊ അയാൾ പറഞ്ഞെന്താ അറിയോ? ഞാനൊരു കള്ളനാണ്, ഒരു തസ്കര വീരനാണ്. എനിക്ക് എൻ്റെ ജീവിതം മതിയായി. എനിക്ക് ഇന്ന് വരെ, ഞാൻ കള്ളനാണെന്ന് അറിഞ്ഞ പിന്നെ ഇന്ന് വരെ എനിക്കൊരു ഗൃഹസ്ഥാശ്രമം ഉണ്ടായിട്ടില്ല, ഒരു കുടുംബജീവിതം ഉണ്ടായിട്ടില്ല. ഒരു വീട്ടിൽ നിന്ന് പോലും എനിക്ക് പെണ്ണ് കെട്ടിച്ചു തരില്ല. പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം? അതുകൊണ്ട് എനിക്ക് ജീവിതം മതിയായി. ഞാൻ അതുകൊണ്ട് സ്വയം മരിക്കാൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ കാന്താമണി അയാളെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല.
അങ്ങേക്ക് ഇനിയും വർഷങ്ങളോളം ജീവിക്കാനുള്ള ആയുരാരോഗ്യ സൗഖ്യമുണ്ട്. എന്തെങ്കിലും നല്ല തൊഴിലൊക്കെ ചെയ്ത് ജീവിച്ചൂടെ? പക്ഷെ കള്ളൻ പറഞ്ഞു, ശരി, ഞാൻ നല്ല തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ സുന്ദരിയായ മകളെ മംഗല്യേനെ എനിക്ക് കെട്ടിച്ചു തരുമോ, എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1,00,000 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി തരാം. കാന്താമണി ഒരു നിമിഷം പരിഭ്രമിച്ചു. പിന്നെ ആലോചിച്ചു, 1,00,000 സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രതിസന്ധിനെ എല്ലാം തരണം ചെയ്യാൻ പറ്റും. കാന്താമണി സമ്മതിച്ചു. അങ്ങനെ ആചാരവിധി പ്രകാരം ആ കള്ളനുമായിട്ട് തൻ്റെ മകൾ മംഗല്യയുടെ വിവാഹം നടത്തി. വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ ആ കള്ളൻ കുറച്ച് അകലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതാ അവിടെ ഒരു വലിയ ആൽമരം നിൽക്കുന്നുണ്ട്. ആ ആൽമരത്തിന്റെ അടുത്തൊരു വലിയ കല്ലുണ്ട്. ആ കല്ല് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാക്ക് നിറയെ സ്വർണ്ണ നാണയങ്ങൾ ഇരിക്കണ കാണാം. അത് നിങ്ങൾ എടുത്തോളൂ. കാന്താമണി ചെന്ന് നോക്കി. ആ സ്വർണ്ണ നാണയങ്ങൾ അതിനുള്ളിലുണ്ട്, ശരിയാണ്. സ്വർണ്ണ നാണയങ്ങളെല്ലാം എടുത്ത് തിരിച്ച് അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കള്ളൻ പറഞ്ഞു, നിങ്ങളുടെ മകൾ ഇപ്പൊ മംഗല്യവതിയാണ്, പക്ഷേ ഗാന്ധർവ വിധി പ്രകാരമാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊണ്ടും ഭയപ്പെടണ്ട. ഇവള് പ്രായപൂർത്തിയായി കഴിഞ്ഞ് ഇവൾക്ക് മനസ്സിന് താല്പര്യം തോന്നുന്ന സമയത്ത് ഉചിതനായ ഒരു യുവാവിനെ കണ്ടെത്തി ഇവളുടെ വിവാഹം നടത്തിച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ കള്ളൻ അവിടെ മരിച്ചു വീണു. കാന്താമണിക്കും മകൾ മംഗല്യയ്ക്കും ആദ്യം വിശ്വാസമായില്ല. പക്ഷെ ഇപ്പൊ അവര് ധനികരായി മാറിക്കഴിഞ്ഞു. 1,00,000 സ്വർണ്ണ നാണയമാണ് കയ്യിലിരിക്കുന്നത്. കാന്താമണി മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് എത്തി. അച്ഛനും അമ്മയോടും ഒക്കെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ പറഞ്ഞു വെച്ചു. അതിനുശേഷം തൻ്റെ ഭർത്താവായിരുന്ന മാണിക്യത്തിന്റെ ഗ്രാമത്തിൽ തന്നെ അവൾ വന്ന് താമസിച്ചു. കയ്യിലിഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഒരു വലിയ ബംഗ്ലാവൊക്കെ പണി കഴിപ്പിച്ച് സുഖമായിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി. കുറെ കാലം കഴിഞ്ഞു. മംഗല്യ വളർന്ന് സുന്ദരിയായി അനുരൂപയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് വളർന്നു വന്നു. കൊട്ടാരത്തിന്റെ മട്ടുപ്പാവില്, തൻ്റെ ബംഗ്ലാവിന്റെ മട്ടുപ്പാവില് ഇരിക്കുന്ന സമയത്ത് അതികോമളനായിട്ടുള്ള ഒരു യുവാവ് ആ തെരുവീതിയിലൂടെ നടക്കുന്നത് മംഗല്യയുടെ കണ്ണിപ്പെട്ടു. മംഗല്യ ഉടനെ തൻ്റെ തോഴീനെ വിളിച്ചിട്ട് ആ കുമാരൻ ആരാണ്, എന്താണ് അയാൾ, എന്തിനാ ഇവിടെ വന്നേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടു. വളരെ അനുനയത്തിൽ ആ തോഴി പോയി അയാളോട് സംസാരിച്ചു. അതൊരു ബ്രാഹ്മണ യുവാവാണ്. അയാൾ വേദപഠനം അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായിട്ട് ആ ഗ്രാമത്തിൽ വന്ന് താമസിക്കുകയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് അയാൾ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. നമ്മുടെ മംഗല്യയ്ക്ക് ആ കുമാരനെ വലിയ ഇഷ്ടമായി. അമ്മയോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. കാന്താമണി ഇവളെ ആദ്യം ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്ത ആ കള്ളന്റെ വാക്കുകളെ ഓർത്തു. ഉചിതനായ ഒരാൾ വരുമ്പോൾ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാളെ കല്യാണം കഴിപ്പിക്കാം. അങ്ങനെ കാന്താമണി ആ ബ്രാഹ്മണ യുവാവിനെ സമീപിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. മകളെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതിസുന്ദരിയായ മംഗല്യനെ കണ്ടപ്പോൾ ആ ബ്രാഹ്മണ യുവാവിനും ഇഷ്ടമായി. അയാള് കാന്താമണിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് യഥാവിധി മാംഗല്യനെ വിവാഹം ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. മാംഗല്യയും ആ ബ്രാഹ്മണ യുവാവും സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കുറച്ചു കാലം ജീവിച്ചു. മംഗല്യ ഗർഭിണിയായി. അവൾ ഗർഭിണിയായ സമയത്ത് ഈ യുവാവ് തൻ്റെ മാതാപിതാക്കളെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ബ്രാഹ്മണ യുവാവ് സ്വന്തം രാജ്യത്തേക്ക് യാത്രയായി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മാംഗല്യ അതികോമളനായ സുന്ദരനായിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഈ കുട്ടിയെ പ്രസവിച്ച് 7ാമത്തെ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് മാംഗല്യം ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ ഭീകരമായ രൂപത്തോടു കൂടിയുള്ള ഒരാള് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അയാള് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും. ജടാവൽക്കരമായ മുടി, കഴുത്തില് തലയോട്ടി കൊണ്ടുള്ള മാല, ആകെ ഭീവത്സം തോന്നിക്കുന്ന കണ്ണുകള്, ആകെ കൂടി ഒരു വികൃതമായ രൂപം. അയാള് ഘനഗംഭീരമായ ശബ്ദത്തില് മംഗല്യോട് പറഞ്ഞു, നിനക്ക് ജനിച്ച കുഞ്ഞിനെ നീ നാളെ രാവിലെ ആൾക്കാർ ഉണരുന്നതിന് മുമ്പ് ഒരു വലിയ കൊട്ടയിലാക്കി
1000 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന ഒരു സഞ്ചിയും അതിൻ്റെ കൂടെ വെച്ച് കൊട്ടാര വാതിൽക്കൽ കൊണ്ടുവയ്ക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലം വളരെ ഭീഭത്സമായിരിക്കും, നിനക്ക് താങ്ങാനാവില്ല. ഞെട്ടി ഉണർന്ന മംഗല്യ ചുറ്റും നോക്കി, ആരെയും കാണാനില്ല. എന്ത് ചെയ്യുന്നുള്ള പരിഭ്രമമായി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. ഇതേ സമയം ആ നാട്ടിലെ രാജാവും രാത്രി ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. സ്വപ്നത്തില് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ അതിഭീകരമായ ധാരാളമായിട്ടുള്ള ഒരു രൂപം രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, നാളെ രാവിലെ കൊട്ടാര വാതിൽക്കൽ ഒരു കുട്ട, ആ കുട്ടയുടെ ഉള്ളില് ഒരു മനോഹരനായ ഒരു നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞുണ്ടാവും. ആ കുഞ്ഞിന്റെ കൂടെ തന്നെ 1000 സ്വർണ്ണ നാണയങ്ങളും ഉണ്ടാവും. ആ കുഞ്ഞിനെ നിങ്ങൾ ദത്തെടുക്കുക. അവനാണ് ഇനി ഈ രാജ്യം ഭരിക്കേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ രാജ്യത്തിന് വലിയ ആപത്ത്, കൊടിയ ആപത്തുകൾ വന്ന് പെടും. ഇതായിരുന്നു സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ ആ കരാള രൂപം പറഞ്ഞ കാര്യം. രാജാവ് ഞെട്ടി ഉണർന്നു. സമീപത്ത് കിടക്കുന്ന രാജ്ഞിയോട് വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. അവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, വർഷങ്ങളായിട്ട്. രാജ്യം അന്യം നിന്ന് പോകുമല്ലോ എന്ന വിഷമത്തിൽ കഴിയുമ്പോഴാണ് ഇങ്ങനൊരു സ്വപ്നം. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മാംഗല്യയും കാന്താമണിയും ആ സ്വപ്നത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കൊട്ടയില് പുതുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ആ കുഞ്ഞിനെ കിടത്തി, കൂടെ 1000 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന ഒരു സഞ്ചിയും വെച്ചുകൊണ്ട് ആരും കാണാതെ രാജകൊട്ടാരത്തിന്റെ വാതിൽക്ക് കൊണ്ടുവച്ചു. രാവിലെ ഉണർന്ന രാജാവ് നേരെ കൊട്ടാരവാതിൽക്കൽ വന്ന് നോക്കിയപ്പോൾ ഭൃത്യന്മാര് പറഞ്ഞു, രാജാവേ, അതേ കൊട്ടാരവാതിൽക്ക് മുമ്പിൽ ഓമനത്തമുള്ളൊരു കുഞ്ഞ് ഒരു കൊട്ടയിലാക്കി വെച്ചിരിക്കണു ആരോ. രാജാവ് ചെന്ന് ആ കുഞ്ഞിനെ എടുത്തു. അതിന്റെ ആ കൊട്ടയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ 1000 സ്വർണ്ണ നാണയങ്ങളുടെ ഒരു സഞ്ചിയുണ്ട്. സ്വപ്നത്തിൽ കണ്ട അതേ, ആ വേതാളം പറഞ്ഞ അതേപോലെ തന്നെ സംഭവിച്ചിരുന്നു. രാജാവ് സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് ചെന്നു. രാജ്ഞിയുടെ അടുത്ത് കുഞ്ഞിനെ കൊടുത്തു. രാജ്ഞിക്കും വലിയ സന്തോഷമായി. നല്ല ഓമനത്തമുള്ള, കാണാൻ നല്ല സുന്ദരനായിട്ടുള്ള ഒരു കുട്ടി. രാജാവ് ഉടനെ തന്നെ ആ നാട്ടിലെ ജ്യോത്സ്യന്മാരെയും ശാസ്ത്ര വിദഗ്ധന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി ആ കുഞ്ഞിന്റെ എന്താണ് ഈ കുഞ്ഞ് രാജാവെന്ന് പറയാൻ കാരണം അന്വേഷിച്ചു. തർക്കശാസ്ത്രങ്ങളും ജ്യോതിശാസ്ത്രത്തിലൊക്കെ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ വന്ന് കുഞ്ഞിന്റെ ദേഹം മുഴുവൻ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന് രാജത്വത്തിന്റെ കലകളെല്ലാം ദേഹത്തുണ്ട്. നല്ല വിരിഞ്ഞ മാറിടം, ഉയർന്ന നെറ്റി, നീളമുള്ള നാസിക, അങ്ങനെ എന്തുകൊണ്ടും ഒരു രാജലക്ഷണങ്ങൾ ഒത്തുചേർന്ന ഒരു കുഞ്ഞ് തന്നെയാണ്. അങ്ങ് സ്വപ്നത്തിൽ കണ്ട കാര്യം സത്യമാവാനാണ് സാധ്യത. അപ്പൊ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവന്റെ ജാതകമൊക്കെ നിർണയിച്ച് നിങ്ങൾ തന്നെ ഇവന് ഉചിതമായൊരു പേരിടണം. രാജഗുരുവും മറ്റ് ജ്യോത്സ്യന്മാരും സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ രാജകൊട്ടാരത്തിൽ നിന്ന് വിളംബരം വന്നു. ആ രാജ്യവും ഗ്രാമവും എല്ലാം അലങ്കരിച്ചു. പുതിയ രാജകുമാരനെ കിട്ടി. രാജകുമാരന്റെ നാമകരണം നടക്കുന്ന സമയം. അങ്ങനെ ഹോമപൂജാദികൾക്ക് ശേഷം കുമാരന്റെ ജാതകം എഴുതപ്പെട്ടു. എല്ലാ ഋഷി വര്യന്മാരും കൂടി ആ കുമാരനൊരു പേരിട്ടു, ഹരിദത്തൻ. ഹരിദത്തൻ എന്ന ആ രാജകുമാരൻ വളർന്നു വലുതായി. അവൻ ആയോധന കലയിലും വേദശാസ്ത്ര പുരാണങ്ങളിലൊക്കെ അഗ്രഗണ്യനായി. ചെറുപ്പകാലം തന്നെ തന്റെ സാമർഥ്യം തെളിയിച്ചു. സംശയമില്ല, രാജാവിന് വലിയ സന്തോഷമായി. അന്ന് ആ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. രാജകുമാരനെ താമസിയാതെ തന്നെ, ഹരിദത്ത രാജകുമാരനെ താമസിയാതെ തന്നെ നമ്മുടെ രാജാവ് യുവരാജാവായി വാഴിച്ചു. അധികകാലം കഴിഞ്ഞില്ല, നമ്മുടെ രാജാവിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം അദ്ദേഹം മരണപ്പെട്ടു. യുവരാജാവായ ഹരിദത്തൻ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തു. രാജ്യത്തിന് നാൾക്ക് നാൾ അഭിവൃദ്ധി വരുത്തിക്കൊണ്ടുവന്നു. സമീപ പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കി രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടി. ഖജനാവ് നിറച്ചു. ജനങ്ങൾക്കൊക്കെ ഹരിദത്തന്റെ ഭരണത്തിൽ വലിയ സന്തോഷമായി. ഇത്രയും അഭിവൃദ്ധി പ്രാപിച്ചൊരു കാലഘട്ടം ആ രാജ്യത്തിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഋഷിവര്യന്മാരും വയസ്സായ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഹരിദത്തന് ഒന്നിലൊരു മനസ്സുറയ്ക്കുന്നില്ല. വല്ലാത്ത സങ്കടം, എന്തൊക്കെയോ ഞാൻ വിട്ടുപോയ പോലെ അവന് തോന്നി തുടങ്ങി. എൻ്റെ പൂർവ്വ പിതാക്കന്മാർക്ക് തൃപ്തി വരുന്നില്ല. ഞാൻ അവർക്കൊക്കെ വേണ്ട കർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു. അദ്ദേഹം ഉടനെ തന്നെ രാജഗുരുവിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. രാജഗുരു പറഞ്ഞു, ശരിയാണ് രാജൻ, അങ്ങക്ക് അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് തൻ്റെ പൂർവികന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഉദകക്രിയകളും ദാനങ്ങളും ചെയ്യേണ്ടതാണ്.
ശരി. രാജാവ് ഉടനെ തന്നെ ദീക്ഷയൊക്കെ എടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഗംഗാ നദിയിൽ പോയി കർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്തു, ബലിതർപ്പണങ്ങളൊക്കെ ചെയ്ത് ഗംഗാ നദിയിൽ മുങ്ങി നിവർന്ന സമയത്ത് ഗംഗാ നദിയിൽ നിന്ന് 3 വ്യത്യസ്തമായ കൈകൾ രാജാവിൻ്റെ നിന്ന് ബലിതർപ്പണം സ്വീകരിക്കാനായിട്ട് പൊങ്ങി വന്നു. ആ 3 വ്യത്യസ്തമായ കൈകളും കണ്ടപ്പോൾ നമ്മുടെ ഹരിദത്തന് സംശയമായി. ഞാൻ ഈ തർപ്പണം ചെയ്യേണ്ടത് ആർക്കാണ് ഞാൻ എൻ്റെ ആ ബലിച്ചോറ് കൊടുക്കേണ്ടത്? അദ്ദേഹത്തിന് ആകെ സംശയമായിട്ട് പരിഭ്രമത്തോടുകൂടി ആ 3 കൈകളെയും നോക്കിക്കൊണ്ടു നിന്നു. ഇത്രയും കഥ പറഞ്ഞിട്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, അല്ലയോ രാജൻ, ആ നദിയിൽ നിന്ന് ഉയർന്നു വന്ന 3 കൈകളിൽ ആരാണ് ഹരിദത്തൻ്റെ നിന്നുള്ള ബലിതർപ്പണം സ്വീകരിക്കാൻ യോഗ്യതയുള്ള കൈകൾ? നിങ്ങൾക്ക് പറയാമോ? ആരുടെയൊക്കെ കൈകളായിരിക്കും ആ ഉയർന്നു വന്നത്? അതിൽ ആരുടെ കൈകൾക്കാണ് ബലിതർപ്പണം സ്വീകരിക്കാൻ യോഗ്യതയും അർഹതയും ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കഥ മുഴുവൻ ഒന്നുകൂടി കേട്ടിട്ട് പറ്റിയ യഥാർത്ഥത്തിലുള്ള ഉത്തരം എന്താണെന്ന് അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.